ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നാഷണൽ ഹൈവേയുടെ കേരളത്തിൽ ഉടനീളം നടക്കുന്ന NH66 ജോലിയുടെ പ്രവൃത്തികൾ നിങ്ങളെ കാണിക്കുന്നത് മാഹി ഭാഗത്താണ്. ഇതാണ് മാഹി ടൗണ്. ഒരു കാലത്ത് ഉത്തര കേരളത്തിലെ വാണിജ്യ സാംസ്കാരിക സ്ഥിരകേന്ദ്രമായിരുന്ന മാഹി തലശ്ശേരി ഭാഗങ്ങളിൽ ഏറ്റവും വീതി കുറഞ്ഞ റോഡുകളായിട്ടാണ് ഈ ഒരു ഭാഗങ്ങളിലൂടെ NH66 കടന്നു പോണത്. ഈ ഒരു ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കാനുണ്ടായിട്ടുള്ള കാരണം ഈ ഒരു ബൈപ്പാസിൻ്റെ അനിവാര്യതയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെയാണ്. ഇത്രയും ഇടുങ്ങിയ റോട്ടിലൂടെയാണ് ഇന്ന് നിലവിൽ NH66 കടന്നു പോകുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു നാഷണൽ ഹൈവേയിൽ ഈ തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ ഒരു അത്യാവശ്യം, ഒരു അനിവാര്യത നമുക്ക് മനസ്സിലാകുന്നത്. ഉത്തര കേരളത്തിലെ ആദ്യത്തെ 4 വരി ബൈപ്പാസ് മുഴപ്പിലങ്ങാട് മുതൽ മാഹി വരെ ഏകദേശം 18 കിലോമീറ്ററോളം വരുന്ന ഈ ബൈപ്പാസ് 18.6 കിലോമീറ്റർ ഈ ഒരു ഭാഗത്ത് നിന്നാണ് പ്രവർത്തനം തുടങ്ങുന്നത്. അതായത് കുഞ്ഞിപ്പള്ളി കഴിഞ്ഞ് കുറച്ച് മാഹി ഭാഗത്തേക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്കതിൻ്റെ പ്രവൃത്തികൾ കാണാം. ഈ ഒരു NH66 ഭാഗമായിട്ടല്ല ഈ ഒരു ബൈപ്പാസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അതായത് ഏകദേശം ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ ഒരു ബൈപ്പാസിൻ്റെ ജോലി തുടങ്ങിയിട്ടുണ്ട്. ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില സമയങ്ങളിൽ കാലവർഷക്കെടുതിയൊക്കെ മൂലം പണികൾ നിർത്തിവെക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും കൂടിയിട്ട് ഇപ്പോഴും പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഭാഗങ്ങൾ നിങ്ങൾ ദൃശ്യങ്ങളായിട്ട് കാണിക്കാം. നമ്മൾ ഈ ഒരു നമുക്കറിയാം, ഈ ഒരു NH66 17 പുതിയ ബൈപ്പാസുകളോട് കൂടിയിട്ട് ഏകദേശം 21ഓളം ബൈപ്പാസുകൾ ഈ ഒരു ഹൈവേയിൽ ഉൾപ്പെടുന്നുണ്ട്. അത് നമ്മൾ മലപ്പുറം ഭാഗത്തുള്ള 2 ബൈപ്പാസുകൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പ്രേക്ഷകർ കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്രത്യേകം ഉണർത്തുകയാണ്, പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ. കാരണം ഇനിയും ഒരുപാട് വീഡിയോസുകൾ ഈ റോഡിൻ്റെ വർക്കുകൾ കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് മാഹി ഭാഗത്ത് നമ്മൾ ബൈപ്പാസിൻ്റെ തുടക്കം നമ്മൾ പറഞ്ഞു. ഇവിടെ വലിയ വലിയ വീമുകളോട് കൂടിയിട്ടുള്ളൊരു അണ്ടർപാസ് നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം പണികളൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്. ബാക്കി മിനുക്ക് പണികളൊക്കെ ബാക്കിയുണ്ട്. നമ്മൾ ഈ ബൈപ്പാസ് ഉത്തര കേരളത്തിലെ ആദ്യത്തെ 4 വരി ബൈപ്പാസ്, അതായത് മാഹി മുതൽ മുഴപ്പിലങ്ങാട് വരെ നീളുന്ന ഈ ഒരു 18.6 കിലോമീറ്റർ ബൈപ്പാസിൽ ഇതിൻ്റെ വർക്കുകൾ ഏറ്റെടുത്തിരിക്കുന്നത് EKK ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ GHB 2 കമ്പനികളാണ് കേട്ടോ അതിൻ്റെ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് 1300 കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മിത ചെലവ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഒരു റെയിൽവേ ബ്രിഡ്ജ്, 4 മേജർ ബ്രിഡ്ജുകൾ, 900 മീറ്ററിലൊരു ബ്രിഡ്ജുണ്ട്, 420 മീറ്ററിലൊരു ബ്രിഡ്ജുണ്ട്, 180 മീറ്ററിലൊരു ബ്രിഡ്ജുണ്ട്, 870 മീറ്ററിലൊരു ബ്രിഡ്ജുണ്ട്. അതായത് ഒരു റെയിൽവേ മേൽപ്പാലം, ഒരൊറ്റ റെയിൽവേ മേൽപ്പാലമാണ് ഈ ഒരു ബൈപ്പാസിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ കാണിക്കുന്ന ഭാഗങ്ങളൊക്കെ മണ്ണിട്ട് നിരപ്പാക്കുന്ന ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചില ഭാഗങ്ങളിൽ ഇതിൻ്റെ പണി ഏകദേശമൊക്കെ പൂർത്തിയായിട്ട് ടാറിങ് പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈഡ് വാളിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു ഭാഗത്തൊക്കെ ആറി പാനൽ, അതായത് ഇതിൻ്റെ സൈഡ് വാളുകൾ ഉറപ്പിച്ചിട്ട് സൈഡിലൊക്കെ മെറ്റൽ നിറച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർവീസ് റോഡിൻ്റെ പണികളൊന്നും മണ്ണിട്ട് നികത്തി വെച്ച് നല്ലാതെ പണികളൊന്നും പുരോഗമിക്കുന്നില്ല. ഈ ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞാൽ ഈ ആറി പാനൽ, അതായത് നമ്മൾ ഈ കാണുന്നതാണ് പോളിമർ ബെൽറ്റ്. അതായത് ഈ ആറി പാനലിനെ ബന്ധിപ്പിച്ചിട്ട് കുറച്ച് ഇപ്പുറത്തെ സൈഡിലായിട്ട് കമ്പിയൊക്കെ അടിച്ച് അതിലേക്ക് ബന്ധിപ്പിച്ച് വെച്ചിട്ടുള്ളതാണ്. അതായത്
അതെ, പിന്നെ മണ്ണിട്ട് നികത്തുമ്പോൾ പുറത്തേക്ക് തള്ളിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പിടുത്തമായിട്ടാണ് ഈ പോളിമർ ബെൽറ്റ് ഉപയോഗിക്കുന്നത്. ഇത് ഘട്ടം ഘട്ടമായിട്ട് മണ്ണിട്ട് പോവാണ്. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, ഇത് മണ്ണിൽ ദ്രവിച്ചു പോകില്ലേ, നശിച്ചു പോകില്ലേ എന്നൊക്കെ. ഇത് ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് 100 വർഷമാണ് ഇതിൻ്റെ കാലാവധി എന്നാണ്. അതായത് 100 വർഷം അതിലേക്ക് ഗ്യാരണ്ടി ഉണ്ട് എന്ന് ആ ഒരു പോളിമർ ബെൽറ്റിന്. അത് തുടക്കത്തിൽ ഫസ്റ്റിൽ നമ്മൾ ഈ ആറി പാനൽ വെച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ അത് ഉറപ്പിച്ചിട്ട് ഓരോരോ ഘട്ടങ്ങളിൽ വെക്കണ ഓരോ സ്റ്റെപ്പിനും ഇതിങ്ങനെ വെച്ച് ഉറപ്പിച്ച് ഘട്ടം ഘട്ടമായിട്ടാണ് ഇതിൻ്റെ പണികൾ നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു 135 മീറ്റർ വരുന്ന ഒരു റെയിൽവേ മേൽപ്പാലമുണ്ട് ഇതിൽ. അതായത് 16 തൂണുകളുടായിട്ടുള്ള 2 ഫില്ലറുകളൊക്കെ ആയിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. 2 ബീമുകളൊക്കെ ആയിട്ടാണ് ഈ റെയിൽവേ മേൽപ്പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് നമ്മൾ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെയും രണ്ടാമത്തെ ബീമുകളിലേക്കുള്ള പൈലിങ് ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം, നമ്മൾ നേരെ നോക്കിയാൽ കാണുന്നതാണ് മാഹി റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ കുറച്ച് പുറത്തായിട്ടാണ് ഈ റോഡ് ഇവിടെ ബൈപ്പാസ് ഇവിടെ ക്രോസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ്. ഉച്ച സമയത്തായതുകൊണ്ട് അവിടെ പ്രവർത്തികൾ നടക്കുന്നില്ല. അവരൊക്കെ ഉച്ചയൂണിൻ്റെ ബ്രേക്കിലാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ആരെയും കണ്ടിട്ടില്ല. കുറച്ച് ആളുകളൊക്കെ ഭക്ഷണം കഴിക്കണതൊക്കെ ആയിട്ട് കണ്ടപ്പോൾ അവിടെ ജോലികൾ നിർത്തിവെച്ചതാണെന്ന് പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റെയിൽവേൻ്റെ അപ്പുറ സൈഡ് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പുറത്തെത്തുമ്പോഴും അതിനു മുന്നേ ഒരു ട്രെയിൻ കടന്നു പോയപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. നമ്മൾ റോഡിൻ്റെ റെയിൽവേൻ്റെ അപ്പുറ ഭാഗത്തേക്ക് കടന്ന് ഇവിടെ സർവീസ് റോഡിൻ്റെയും ഈ മെയിൻ റോഡിൻ്റെയും സെൻട്രലായിട്ട് വലിയ ഉയരത്തിൽ കോൺക്രീറ്റ് ഭിത്തികളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ മണ്ണിട്ട് നികത്തുന്ന ജോലികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗങ്ങൾ ഞാൻ ഫുള്ളായിട്ട് ഒരു ബൈപ്പാസ് ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ഈ ഒരു 10-15 മിനിറ്റുകൾ ഉൾക്കൊള്ളുന്നതാവില്ല. അതുകൊണ്ട് പണികൾ നടക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് പോയേക്കാണ്. നമുക്കറിയാം ഈ ഭാഗങ്ങളൊക്കെ ഡിവൈഡറിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ഇതിൻ്റെ ഒരു വീതിയോ നീളവും മനസ്സിലാവേണ്ടോ എന്ന് എനിക്കറിയില്ല. ഡ്രോണൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമുക്കൊന്നുകൂടി വിശദമായിട്ട് കാണിക്കാമായിരുന്നു. അപ്പം നമ്മളുള്ള ക്യാമറ വെച്ചിട്ട് ബൈക്കിൽ ഇങ്ങനെ പോയിട്ട് ഷൂട്ട് ചെയ്ത് ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം പണികളൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ പൂർത്തിയായിട്ടുണ്ട്. പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഡിവൈഡറിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൈഡ് വാളിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ GSP ഒക്കെ ഇട്ട് ടാറിങ് ഭാഗികമായിട്ടൊക്കെ ടാറിങ്ങുകളൊക്കെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഒരുപാട് ദൂരത്തിൽ നമുക്കങ്ങനെ നേരെ കണ്ടിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബൈപ്പാസാണിത്. ഈ റോഡ് പൊതുവെ NH66 ഏകദേശം ഇതേപോലെ തന്നെയാണ് കടന്നു പോകുന്നത്. നമ്മൾ പറഞ്ഞു ഒരുപാട് ചെങ്കുത്താൻ കയറ്റങ്ങളും അതുപോലെ തന്നെ വളവുകൾ, ഹെയർപിൻ വളവുകളൊക്കെ ഒഴിവാക്കി ഏകദേശം അലൈൻമെൻറ്റുകളൊക്കെ നിവർത്തിയിട്ടാണ് ഈ റോഡ് കടന്നു പോണത്. അതിൽ ചില ഭാഗങ്ങളിലൊക്കെ അലൈൻമെൻറ്റിന് ഇനിയും മാറ്റം വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം പല ഭാഗങ്ങളിലും ടെൻഡർ വരെ ആയിട്ടില്ല. റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ റോഡ് കടന്നു പോകുന്ന ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്നല്ലാതെ ബാക്കി പ്രവൃത്തികൾക്ക് തുടരണേ ഉള്ളൂ. ഈ ഒരു ബൈപ്പാസ് ഞാൻ പറഞ്ഞല്ലോ 3 വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. ഈ ഒരു റോഡിൻ്റെ ഭാഗമായിട്ടല്ല. ഇതിൻ്റെ ശേഷമാണ് ഈ റോഡിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുള്ള അടുത്ത കാലത്താണ്. 2021 ലാസ്റ്റിലാണ് നമ്മൾ ഈ റോഡിൻ്റെ NHൻ്റെ പണികളൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഇത് മയ്യഴിപ്പുഴയ്ക്ക് കുറുകെയുള്ളൊരു പാലമാണ്. 900 മീറ്റർ വീതി നീളത്തിലുള്ള ഈ ഒരു പാലം. അതായത് 16 മീറ്ററിൽ രണ്ട് പാലങ്ങളായിട്ടാണ് ഈ ഒരു ബൈപ്പാസ് കടന്നു പോകുന്നത് പുഴയ്ക്ക് കുറുകെ. അതായത് 1.5 മീറ്റർ വീതിയിൽ 2 ഫുട്പാത്തുകളും ബാക്കി ഭാഗങ്ങൾ ടാർ ചെയ്തിട്ട് 2 ലൈനായിട്ട് ഇവിടേക്ക് അതിൻ്റെ പണികൾ. നമ്മൾ ഈ ഒരു ഷെഡും ഈ ഒരു 2 3 ആളുകളെയൊക്കെ കാണിക്കാനുള്ള കാരണം ഞായറാഴ്ച ലോക്ക്ഡൗണിൻ്റെ സമയത്ത്
പോലീസിൻ്റെ അനുമതിയോട് കൂടി തന്നെയാണ് ഞാൻ പോയത്. കഴിഞ്ഞ വീഡിയോയിൽ ലോക്ക്ഡൗണിന് പുറത്തിറങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ പോലീസിനോടൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഷൂട്ട് ചെയ്യാൻ ഇറങ്ങിയത്. ബ്ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്, റോഡിൽ റഷൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോയി വരാൻ പറ്റി. KK കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഒരു റെഡിമിക്സ് പ്ലാന്റാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇവരാണ് നമ്മളെ അന്ന് വിഷം നിൽക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം, നല്ല കോഴിക്കറിയും ചോറൊക്കെ തന്നിട്ട് സഹായിച്ചവരാണ്. ഒരു പരിചയമില്ലാത്ത തന്നെ യൂട്യൂബ് ഇങ്ങനെ വീഡിയോ ചെയ്യണ എൻ്റെ അടിയിൽ എനിക്കുണ്ടായിട്ടുള്ള അനുഭവമാണ്. ഇവർ നമ്മളെ വളരെയധികം സഹായിച്ചു, നമ്മളോട് സപ്പോർട്ട് ചെയ്തു. ഇവരൊക്കെ ഇതിൻ്റെ ഓപ്പറേറ്റർമാരാണ്. നല്ലൊരു സഹകരണ മനോഭാവമുള്ള കുറച്ച് ആളുകൾ. വളരെ സന്തോഷം. വീണ്ടും അവരോട് നന്ദി പറയാൻ തോന്നുകയാണ് എനിക്ക്. കാരണം വലിയൊരു ഉപകാരമായിരുന്നു. കാരണം ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഭക്ഷണം കിട്ടാതൊക്കെ ഹോട്ടലുകളൊക്കെ പാർസൽ വന്നതുകൊണ്ട് ഏകദേശം ഹോട്ടലുകൾ തുറന്നിട്ടില്ലായിരുന്നു. ഓക്കെ, ഈ ഒരു പ്ലാന്റ്, ഈ ഒരു ഭാഗത്ത് നമുക്ക് സിമെൻറ്റ് വണ്ടി നിർത്തിയിട്ട് ഈ ഒരു പൈപ്പിലോട്ട് സിമെൻറ്റ് മേലോട്ട് അടിച്ച് കയറ്റിയിട്ട് പിന്നെ ഇതിൽ റെഡിമിക്സിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന ചില ഭാഗങ്ങളാണ് ഞാൻ കാണിച്ചുള്ളത്. അത് ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. എങ്കിലും വീഡിയോ മുഖേന ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ കൺവെയർ ബെൽറ്റ് കാണുന്നുണ്ടാവും. ഇതിൻ്റെ താഴെ ഭാഗത്തുള്ള ടാങ്ക്, അതിൽ ജംസാൻഡ്, മറ്റൊരു വേരിമെറ്റിലൊക്കെ ടാങ്ക് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൺവെയർ ബെൽറ്റ് പോയിട്ട് അങ്ങനെ മെഷീൻ വന്നിട്ട് മിക്സ് ചെയ്തിട്ടാണ് മിക്സ് ആക്കിയിട്ട്, അതായത് റോഡ് പണിക്ക് ആവശ്യമായിട്ടുള്ള പാലങ്ങൾക്കും അതുപോലെ ഡ്രെയിനേജ് വർക്കുകൾക്ക് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് ഇവിടെ നിന്ന് നിർമ്മിച്ചു കൊണ്ടുപോകുന്നത്. KK ഇൻഫ്രാസ്ട്രക്ചർ, ഇതിൻ്റെ സ്റ്റാഫുകൾ, ഇതിൻ്റെ ഓപ്പറേറ്റർമാർ, അവരൊക്കെ നമ്മൾ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. വീണ്ടും അവരോട് ഹൃദയത്തിൽ നിന്ന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ പാലത്തിൻ്റെ ദൃശ്യങ്ങൾ തന്നെ വീണ്ടും നമുക്ക് ഒരുപാട് വിശദമായിട്ട് കാണാനുണ്ട്. കാരണം പാലത്തിൻ്റെ പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പാലത്തിൻ്റെ അടിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അതായത് മയ്യഴി പുഴയ്ക്ക് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ പുഴ തികച്ചും മണ്ണിട്ട് നികത്തി ഒരു ഭാഗത്ത് മാത്രം പിന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിച്ചുകൊണ്ടാണ് ഈ പാലത്തിൻ്റെ പണി നടക്കുന്നത്. പാലത്തിൻ്റെ പണി പൂർത്തിയാവുന്നതോട് കൂടിയിട്ട് തന്നെ ഈ ഒരു പുഴ മണ്ണിട്ട് നികത്തിയതെല്ലാം ഒഴിവാക്കി പൂർണ്ണസ്ഥിതിയിലേക്ക് തന്നെ പുഴയെ തിരിച്ചെത്തിക്കുന്നതാണ് അവിടുന്ന് പറഞ്ഞത്. ഇത് മണ്ണിട്ട് നികത്തുന്നത് ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് മൂരാട് പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്, അവിടെയും മണ്ണിട്ട് നികത്തുന്നുണ്ട്. ഇവിടെയൊക്കെ പെയിന്റിങ്, ഈ പാലത്തിൻ്റെ പെയിന്റിങ് ജോലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ഭാഗങ്ങളിലൊക്കെ ബൈക്ക് വെച്ച് പോകാൻ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ വീഡിയോ ഷെയ്ക്ക് ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരുപാട് കുഴികളൊക്കെ നിറഞ്ഞിട്ടുള്ള റോഡ് കൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അത് കഴിഞ്ഞിട്ട് ആ പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളിലും ഇതേപോലെ തന്നെ ആരി പാനലൊക്കെ വെച്ചിട്ട് മണ്ണിട്ട് നികത്തിയിട്ട് സർവീസ് റോഡുകളൊക്കെ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് മുന്നിലായിട്ട് നമുക്ക് ഇവിടെ ഒരു അണ്ടർ പാസ് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് അണ്ടർ പാസുകൾ, 2-3 അണ്ടർ പാസുകൾ ഇതിൻ്റെ ടെൻഡർ എടുക്കുന്ന സമയത്തില്ലാത്ത കുറച്ച് 2-3 അണ്ടർ പാസുകളായിട്ട് അധികമൊക്കെ ഈ ബൈപ്പാസിൽ ചേർത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഒരുപാട് ഓവർപാസുകളൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്ക് അത്രത്തോളം പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം നിങ്ങൾക്ക് ഈ ബൈപ്പാസിൻ്റെ ദൃശ്യങ്ങൾ, നിലവിലെ പ്രവർത്തന ദൃശ്യങ്ങൾ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക. അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം മെയിനായിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ 18.6 കിലോമീറ്റർ, അതിൽ തന്നെ 4 പാലങ്ങൾ, അതുപോലെ അതിൽ ഒരു റെയിൽവേ മേൽപ്പാലം 45 മീറ്ററിൽ, അതായത് 13, 26, 28 മീറ്റർ, 14, 14 രണ്ട് സൈഡിലും 14, 14. അതിൻ്റെ ഇടയിലായിട്ട് ഡിവൈഡർ 1.5 മീറ്റർ ഡിവൈഡർ, അതുപോലെ തന്നെ സർവീസ് റോഡുകൾ. പിന്നെ പാലത്തിൻ്റെ മുകളിൽ മാത്രമാണ് ഫുട്പാത്ത് വരുന്നത് 1.5 മീറ്ററിൽ കേട്ടോ. നമ്മൾ മയ്യഴിപ്പാലം കാണിച്ചു. ആ മയ്യഴിപ്പാലം 16 മീറ്ററിൽ 2 പാലങ്ങളാണ്. അതിൽ 1.5 മീറ്റർ വെച്ചിട്ട് 2 സൈഡിലും ഫുട്പാത്തുകൾ ഉണ്ടാവും. ബാക്കിയുള്ള ഭാഗങ്ങളാണ് ടാറിങ്ങിനായിട്ടും നമുക്ക് വാഹന ഗതാഗതത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു ടാറിങ് ജോലികൾ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശമൊക്കെ. ഇനിയും ഒരു സ്റ്റെപ്പ് കൂടി ബാക്കിയുണ്ടെന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ ഭാഗങ്ങളിലൊക്കെ റോഡിൻ്റെ പണികളൊക്കെ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ തീരെ പണികൾ തുടങ്ങാതെ ജസ്റ്റ് മണ്ണിട്ട സ്ഥലങ്ങളിൽ ബൈപ്പാസിലുണ്ട്. പൂർണ്ണമായിട്ടും ഞാൻ പറഞ്ഞല്ലോ, പൂർണ്ണമായിട്ടൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം അത് നിങ്ങൾക്ക് കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരുപാട് വെറുതെ വീഡിയോ നീട്ടി വലിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇവിടെയൊക്കെ ഏകദേശം പണികളൊക്കെ, സൈഡ് വാളിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ ദൃശ്യങ്ങൾ കാണിക്കാം. നമ്മൾ ഈ സൈഡ് വാൾ കാണുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെ ഇത്രയും ദിവസമൊക്കെ ആയിട്ട് പലകളും ഒക്കെ അടിച്ചിട്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ആ ഒരു ചോദ്യത്തിനൊരു പരിഹാരമാണ് നമ്മൾ ഈ ഒരു മെഷീൻ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ ആദ്യമായിട്ടാണെന്ന് എനിക്കറിയില്ല. എങ്കിലും കൂടിയിട്ട് ആദ്യമായി കാണുന്നവർക്കൊന്ന് വിശദീകരിച്ച് തരാം. ഇവിടെ ഈ റെഡി മിക്സിൻ്റെ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ അതുപോലെ തന്നെ ആ കൺവെയർ ബെൽറ്റ് വഴി കോൺക്രീറ്റ് പോയിട്ട് ഇവിടെ നമുക്കറിയാം ഒരു പലകയോ അല്ലെങ്കിൽ മറ്റ് ഷീറ്റുകളോ കോൺക്രീറ്റ് ഷീറ്റുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ ഇവിടെ ഇതിങ്ങനെ ഫില്ല് ചെയ്ത് പോവുക. അത് ജോലിക്കാർ ഫിനിഷാക്കിയിട്ട് ഒന്നുമില്ല, പിന്നെ അത് ഡ്രൈ ആയിട്ട് നനച്ചു കൊടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. ഈ ഒരു മെഷീൻ നിങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. 3 ടയറുകളായിട്ട് നിന്നിട്ട് അവിടെ ഈ വണ്ടിയിൽ തന്നെ വെള്ളവും ഇതൊക്കെ ഉണ്ട്. അതായത് ആവശ്യത്തിലുള്ള വെള്ളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇവിടെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായിട്ടുള്ള ഓവൽ ടൈപ്പ് ഒരു ആകൃതിയിലുള്ളൊക്കെ നിർമ്മിച്ച മെഷീനറിയാണ്. വീഡിയോ ഇച്ചിരി ലെങ്ത്ത് കൂടുതലുണ്ട്. മാന്യ പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ താഴ്മയോടെ പറയാണ്. കാരണം 10-15 മിനിറ്റൊക്കെ നമ്മൾ വീഡിയോസ് 18ഒക്കെ മാക്സിമം ഇത് നമ്മൾ ചെയ്ത വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ലെങ്ത്തുള്ള ഒരു 22 മിനിറ്റുള്ളൊരു 23 മിനിറ്റോളം ഉള്ളൊരു വീഡിയോ ആണ്. ഈ ഭാഗങ്ങളിലൊക്കെ ഏകദേശം സൈഡ് വാളിൻ്റെയൊക്കെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ അവസാന ഭാഗമായിട്ടുള്ള മുഴപ്പിലങ്ങാട് നമ്മൾ കാണിക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഈ ഒരു റോഡിന് യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല. വഴിയിൽ നിന്ന് സർവീസ് റോഡ് ഉപയോഗിച്ച് കണ്ണൂർ റോഡിലേക്ക് കടന്ന് തലശ്ശേരി വഴി മുഴപ്പിലങ്ങാട് ആ ഒരു ഭാഗത്ത് എത്തിപ്പെട്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് പരിപൂർണതയിൽ എത്തിച്ചത്. അപ്പോൾ നമുക്ക് ബാഹ്യ ബൈപ്പാസ് ഏകദേശമൊക്കെ പണികളൊക്കെ ഏകദേശം എത്രത്തോളം ആയി എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ നിന്ന് കാണാൻ പറ്റി. ഇവിടേക്ക് സൈഡ് വാളിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡിവൈഡറിന് തന്നെ ബാരിക്കേഡും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഇരുമ്പിൻ്റെ ബാരിക്കേഡും കൂടി പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. റോഡിൻ്റെ പണി കഴിഞ്ഞാൽ നമ്മൾ സൈഡിൽ കാണുന്നത് അതായത് മണ്ണിടുന്ന സ്ഥലങ്ങളിലൊക്കെ ഏകദേശം കോൺക്രീറ്റ് വാളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് ദൂരത്തോളം നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരുപാട് ദൂരമുള്ളത് പോലെ തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഡ്രോണൊക്കെ ഉപയോഗിച്ച് കാണാൻ പറ്റുകയാണെങ്കിൽ വളരെ വിശാലമായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അടുത്തൊരു 1-2 ഘട്ടങ്ങൾ ഏകദേശം പണിയൊക്കെ പൂർത്തിയാകുന്ന മുമ്പൊക്കെ നമുക്ക് ഡ്രോണൊക്കെ ഉപയോഗിക്കണമെന്നുണ്ട്. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.
Have a nice day. Goodbye. Thank you. അങ്ങോട്ട് പോകാൻ കഴിയാത്തപ്പോൾ നമ്മൾ തിരിച്ചു പോന്നിക്കാണ്. ഇവിടെയൊക്കെ ടാറിങ് നിലവിൽ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ടാറിങ് ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇത് 6 മീറ്റർ ആണെന്ന് ചോദിക്കുന്നവരുണ്ടാവും. പക്ഷേ ഇത് 4 മീറ്റർ ആണെന്നാണ് അവർ പറഞ്ഞത്. അതായത് ഈ 14 മീറ്റർ 28 ഡിവൈഡറും കഴിച്ചിട്ട് ഉള്ള ഭാഗങ്ങൾ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ മുഴപ്പിലങ്ങാട്. ഇവിടുന്ന് കണ്ണൂർ വരെയുള്ള കണ്ണൂർ ബൈപ്പാസിൻ്റെ ജോലികൾ നമ്മൾ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നിങ്ങളെ കാണിക്കും. അപ്പോൾ ഇത് മുഴപ്പിലങ്ങാട്, അതായത് തലശ്ശേരിയിൽ നിന്ന് കണ്ണൂർ റോട്ടിൽ വന്നിട്ടാണ് മുഴപ്പിലങ്ങാട് തന്നെ ഈ ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഈ ബൈപ്പാസ് വന്ന് ചേരുന്നത്. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. ഹാപ്പി. താങ്ക് യു.